ഉണർന്നെഴുന്നേറ്റ് കർത്താവിൽ ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ട സമയമാണിത്. ഈ രാവിലെയുള്ള ഡെയിലി ബ്രെഡിനെ കുറിച്ച് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം. അച്ഛൻ അതിന് സമയം തരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, 10 പേര് നിയോഗം വെച്ചാൽ 10 പേരും കർത്താവ് അത് കേൾക്കണം, ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം അതിൽ പങ്കെടുക്കാൻ. എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന്. ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തമായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ, അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ശിരസ്സ് നമിച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരിശാരോഹണത്തിന് പോലും ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി അതിനുപോലും മനസ്സായവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത്. പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവപിതാവും പരിശുദ്ധാത്മാവും ഈശോയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങൾ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ തിരുമനസ്, ഞങ്ങൾ എന്തെങ്കിലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസനയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഴഞ്ഞു മറിഞ്ഞ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുത്തൊഴിഞ്ഞുപോയ ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലഹരി പദാർത്ഥ ഉപയോഗം, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ, നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോരോ അതിനെ പരിപോഷിച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ വേണ്ടി പല തെറ്റുകൾ ചെയ്ത് കുട്ടി ദൈവത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെ, വിവേകത്തിൻ്റെ, എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.